ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ സ്ലാവിയ പ്രാഹിനെ 3-0 പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ പറയുക, അറ്റ് ദി എൻഡ് ഇറ്റ് വാസ് എ വെരി കംഫർട്ടബിൾ ഗെയിം. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ 4 ഗെയിം തീരുമ്പോൾ നമ്മൾ 4 വിന്ന് ആൻഡ് 4 ക്ലീൻ ഷീറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രൈഡായ ക്ലീൻ ഷീറ്റ് നമ്മൾ ഈ കളിയിലും കീപ്പ് ചെയ്തു എന്ന് തന്നെ പറയണം. ഇന്നത്തെ ഈ ഗെയിമിലേക്ക് വരുമ്പോൾ ഒരു ബിഗ് മിസ്സുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്യോക്കറേസ് ആയിരുന്നു. ആ ഗ്യോക്കറേസിൻ്റെ മിസ്സ് നമ്മുടെ മെറീനോ തീരെ അറിയിച്ചില്ല എന്ന് തന്നെ പറയണം. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഹാവേർഡ്സിന് എപ്പോൾ ഇഞ്ചുറി വന്നോ മെറീനോ വന്ന് കവർ ചെയ്തു. അതുപോലെ തന്നെ ഈ സീസണിൽ ഗ്യോക്കറേസിന് ഇഞ്ചുറി വന്നപ്പോൾ മെറീനോ വന്ന് കവർ ചെയ്തിട്ടുണ്ട്. ബ്രില്യൻ ഗെയിം. ശരിയാണ്, ആ ഒരു യെല്ലോ കാർഡ് ഒരു മാറ്റി വെക്കണം. പുള്ളിയുടെ ആ ഒരു യെല്ലോ കാർഡ് ഒരു അൺനെസസറി യെല്ലോ കാർഡായിരുന്നു. ആവശ്യമില്ലാതെ അത് ചാലഞ്ച് ചെയ്ത് ഒരു യെല്ലോ കാർഡ് മേടിച്ചു. സോ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഹി ഹാഡ് എ വെരി ഗുഡ് ഗെയിം. യെല്ലോ കാർഡിനെ പറ്റി പറയുമ്പം ഇന്നത്തെ റെഫറിങ് ഡിസിഷനെ പറ്റി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഗോളിലേക്ക് വരാം. ഇന്നത്തെ റെഫറിങ്, എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ് റെഫറിങ്, മൊത്തത്തിൽ ഇറ്റ്സ് ടു ഗുഡ്. എന്താണോ റൂൾ ബുക്കിലുള്ള അതുപോലെ തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഫസ്റ്റ് പെനാൽറ്റി, നമുക്ക് കിട്ടിയ പെനാൽറ്റി സാക്ക കൺവേർട്ട് ചെയ്ത ഫസ്റ്റ് ഗോള് അതൊരു ഹാർഷ് ഡിസിഷനായിട്ട് തോന്നുമെങ്കിലും ബട്ട് അവർ ആ റൂൾ ബുക്കിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് പെനാൽറ്റി കിട്ടി. നമുക്ക് വരുവാണെങ്കിൽ നമ്മളത് ഹാർഷാണെന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതാണ് കറക്റ്റ് ഡിസിഷൻ. അതുപോലെ തന്നെ നമുക്കെതിരെ ഒരു പെനാൽറ്റി വന്നു, അത് എന്നിട്ട് ഓവർ ടേൺ ചെയ്തു. സോ എഗെയിൻ ആദ്യം ബെൻ വൈറ്റ് ആ ബോൾ ടച്ച് ചെയ്തു, അതുകൊണ്ട് അത് ഫൗളല്ല എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് എഗെയിൻ ബൈ ദ റൂൾ ബുക്ക് അവർ ചെയ്യുന്നു. ഈവൻ യെല്ലോ കാർഡ് ഡിസിഷൻസ് എല്ലാം ഓൺ പോയിന്റ് ആണ്. ഒന്നും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഗോളിലേക്ക് വരാം. ഫസ്റ്റ് ഗോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ സാക്കയുടെ ഗോള് ഒരു പെനാൽറ്റി ആയിരുന്നു. സ്ലാവിയ പ്രാഹയുടെ ഒരു പ്ലെയർ ഹാൻഡ് ബോൾ പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് സംഭവിക്കുന്നു. അത് പെനാൽറ്റി എടുക്കുന്നു, സാക്ക എടുക്കുന്നു. കീപ്പർ കറക്റ്റ് ലെഫ്റ്റിലേക്ക് ഡൈവ് ചെയ്യുന്നു, കറക്റ്റ് പൊസിഷനിലേക്കാണ് ഡൈവ് ചെയ്യുന്നത്. ബട്ട് സാക്കയുടെ ഷോട്ടിന് പേസ് ഉണ്ടായിരുന്നു, പവർ ഉണ്ടായിരുന്നു. സോ അത് കൺവേർട്ടായി. ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഗോൾ അടിക്കുന്നു. ഒരു ഗോൾ അടിച്ച് നമ്മൾ ഏതാണ്ട് ഒരു കംഫർട്ടബിൾ സിറ്റുവേഷനിലേക്ക് വരുന്നു. സ്ലാവിയ പ്രാഹയ്ക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ഗൈസ്. കാരണം ദേ വർ ബ്രേവ്. അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയാണ്, ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഫസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുന്നത് റിതം കണ്ടുപിടിക്കാൻ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. ഫസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പം സ്ലാവിയ പ്രാഹയ്ക്കായിരുന്നു കൂടുതൽ പൊസഷൻ, നമുക്കായിരുന്നു കുറവ് പൊസഷൻ. ദേ ഹാഡ് ലൈക്ക് 56 പൊസഷൻ, നമുക്ക് അതുപോലത്തെ 44 അങ്ങനെയായിരുന്നു ഇരുന്നത് ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സ്. പതുക്കെയാണ് നമ്മൾ ആ ഗെയിമിലേക്ക് വന്നത്. അതിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ സ്ലാവിയ പ്രാഹയ്ക്ക്. അവർ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ബോളും വിൻ ചെയ്യാനുള്ള ഒരു അഗ്രസീവ്നെസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് സ്ലാവിയ പ്രാഹ കളിച്ചത്. സോ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കളിച്ചത്. സെക്കൻഡ് ഹാഫിൽ അത് എടുത്തു പറയേണ്ട ഫസ്റ്റ് മിനിറ്റിലാണ് നമ്മളത് ഗോള് അടിക്കാൻ പറ്റി. വി ടുക്ക് ദം ബൈ സർപ്രൈസ് എന്ന് തന്നെ പറയാം. സ്ലാവിയ പ്രാഹ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. സോ ട്രൊസാർഡിൻ്റെ ഒരു അതിമനോഹരമായ ലെഫ്റ്റ് വിങ്ങിൽ നിന്നൊരു മുന്നേറ്റം, ഫസ്റ്റ് ടൈം ക്രോസ്, ആ ക്രോസ് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മുടെ പോച്ചർ മെറീനോ ബോക്സിനകത്തുണ്ടായിരുന്നു, ഫിനിഷ് ചെയ്യുന്നു. തേർഡ് ഗോൾ റൈസിൻ്റെ എഗെയിൻ എ ബ്യൂട്ടിഫുൾ ക്രോസ് എന്നല്ല, യെസ് ഒരു ക്രോസ് ബോക്സിനകത്തേക്ക് ഇടുന്നു. ഒരു ലോങ് ബോൾ ബോക്സിനകത്തേക്ക് ഇടുന്നു. അത് മെറീനോ ഹെഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ മെറീനോയ്ക്ക് 2 ഗോള്. ഹി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. ഗ്രേറ്റ് ഗെയിം. അതിനോ ഞാൻ ഇത് വീണ്ടും പറയാണ്. ബട്ട് ഓവറോൾ ഹി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അതുപോലെ തന്നെ അനദർ പ്ലെയർ, ഇതിപ്പം ഞാൻ എൻ്റെ എല്ലാ റിവ്യൂവിലും റൈസ് എന്ന് പറഞ്ഞ് പൊക്കി അടിച്ച് ഇപ്പം ഒരു ലെവലിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ബട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കളിയിൽ പുള്ളിയുടെ പെർഫോമൻസ് അതുപോലെയാണ്. ഞാൻ ഒരു സ്റ്റാറ്റ്സ് ഞാൻ വായിക്കാം. മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ് 5 ആരാണ്? ഡെക്ലാൻ റൈസ്. ബിഗ് ചാൻസ് ക്രിയേറ്റഡ് 1 അതാരാണ്? ഡെക്ലാൻ റൈസ്. ഇനി വേറൊരു സ്റ്റാറ്റ് ഉണ്ടോ വിച്ച് ഈസ് റിയലി അമേസിങ്. ആക്യുറേറ്റ് ലോങ് ബോൾസ് 4 ബോൾ കൊടുത്തു, അതിൽ 4 എണ്ണവും ലക്ഷ്യസ്ഥാനത്തെത്തി. 100% ആക്യുറേറ്റ് ലോങ് ബോൾസ്. അതിലൊന്നാണ് മെറീനോയ്ക്കും കൊടുത്തത്. ഹി ഹാഡ് അനദർ മാൻ ഓഫ് ദ മാച്ച് ഗെയിം. ബട്ട് മെറീനോ 2 ഗോൾ അടിച്ചതുകൊണ്ട് ഐ തിങ്ക് പുള്ളിക്കാണ് മാൻ ഓഫ് ദ മാച്ച് ഈ ഗെയിമിൽ കൊടുത്തതെന്ന് തോന്നുന്നു. നോർഗാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഗെയിം വാച്ച് അലോങ് ലൈവ് ആയിരുന്നു. ഞാൻ
പറഞ്ഞിരുന്നു ഐ എം നോട്ട് റിയലി സാറ്റിസ്ഫൈഡ്. അത് ഞാനിപ്പോൾ ഈ നമ്പർ കാണുമ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ നമ്പർ കാണുന്നത്. ശരിയാണ്, കുറേ 0 ഉണ്ട്. അതെല്ലാം എന്താണ്, അറ്റാക്ക് ബേസ്ഡ് ആണ്, ഗോൾസ്, അസിസ്റ്റ്, ഓക്കെ അതൊക്കെ വിടും. ചാൻസസ് ക്രിയേറ്റഡ്, ഷോട്ട് ഓൺ ടാർഗറ്റ്, അതെല്ലാം 0 ആണ്. അതെല്ലാം വിടാം. കാരണം പുള്ളി കുറച്ചുകൂടെ ഡിഫെൻസീവ് മൈൻഡഡ് പ്ലെയർ ആണ്. ഡിഫെൻസീവ് എന്നുള്ള ഡിഫെൻസിലേക്ക് വരികയാണെങ്കിലും ഒന്ന് നോക്കിയാൽ സ്റ്റാറ്റ് ഒന്ന് നോക്കിയാൽ ടാക്കിൾസ് 1, ക്ലിയറൻസ് 1, ഹെഡഡ് ക്ലിയറൻസ് 1, ഇന്റർസെപ്ഷൻ 2, റിക്കവറീസ് 1, ഗ്രൗണ്ട് ഡുവൽസ് 1, 5 എണ്ണം ടോട്ടൽ, അതിൽ 2 എണ്ണേ ജയിച്ചിട്ടുള്ളൂ. ഏരിയൽ ഡുവൽസ് 1, അതിൽ 4 എണ്ണം ഒരെണ്ണേ ജയിച്ചിട്ടുള്ളൂ. ഫൗൾസ് കമ്മിറ്റഡ് 2. ആർ യു ഗൈസ് സാറ്റിസ്ഫൈഡ്? കുറേ പേര് പറയുന്നു വി നീഡ് ടു ഗിവ് എം മോർ ടൈം. ഐ ഡോണ്ട് നോ, പേഴ്സണലി ഐ എം ഓക്കെ ടു ഗിവ് മോർ ടൈം. പക്ഷേ ഇതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാമോ ഈ ഒരു പ്ലെയറിൽ നിന്ന്? ഐ എം നോട്ട് സോ ഷുവർ. ഓക്കെ, സോ ഞാൻ അത്ര ഐ എം നോട്ട് ഹാപ്പി വിത്ത് വാട്ട് ഐ സോ വിത്ത് ക്രിസ്ത്യൻ നോർഗാർഡ് എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, ബാക്കി എല്ലാവരും ദേ ഹാഡ് ആവറേജ് ഗെയിം എന്ന് പറയും. ഈത്തൻ വന്യേറി ഹി ഹാഡ് ഓക്കെ ഗെയിം. പുള്ളിയെ കുറച്ചുകൂടെ ആ ഒരു സെൻട്രൽ റോളിലല്ല കളിപ്പിച്ചത്, റൈറ്റിൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കളിച്ചത്. സോ ഹി ഡിൻ ഹാവ് എ ഗുഡ് ഗെയിം. ഓക്കെ, കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓക്കെ ഗെയിം. പിന്നെ ട്രൊസാർഡ് ഹി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. സാക്ക ഹി സ്റ്റിൽ ആ ഒരു ഫിറ്റ്നസ് ഇഷ്യൂ ഉണ്ട്. പണ്ടൊക്കെ സാക്കനെ ഒന്ന് ഫൗൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു കനോട്ട് ബ്രിങ് സാക്ക ഡൗൺ ഈസിലി. പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ 3 കളികളിൽ സാക്കനെ ഇറ്റ്സ് ഈസി ടു ബ്രിങ് ഡൗൺ സാക്ക, യുനോ. സോ ആ ഒരു ഫിറ്റ്നസ്, അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, ഓവറോൾ വി ഡിഡ് വിൻ ദ ഗെയിം. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദ വിൻ. കാരണം അടുത്ത ഗെയിം എന്ന് പറയുന്നത് ബയർ മ്യൂണിക്കുമായിട്ടാണ്. ഐ എം റിയലി ഹാപ്പി റൈസിന് യെല്ലോ കാർഡ് കിട്ടിയില്ലെന്ന്. അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ബയർ മ്യൂണിക്കിൻ്റെ മാച്ചിൻ്റെ വിൻ പെർസെൻറ്റേജ് കുറഞ്ഞേനെ 100%. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്ററായ റൈസ് ആണുള്ളത്. സോ ആ കളിയിൽ സുബമെൻഡിക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ, ഗ്യോക്കറൈസിന് തിരിച്ചു വരാൻ പറ്റട്ടെ, നമുക്കൊരു സ്ട്രോങ് സ്ക്വാഡോടെ ബയർ മ്യൂണിക്കിനെ ഫേസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിവേ, ഗുഡ് ഗെയിം. ഇനി നമുക്ക് ഒരു ഗെയിമും കൂടെ ഉള്ളൂ. ഗ്യോക്കറൈസ് ഇല്ലാതെ നമ്മുടെ ഫുൾ സ്ക്വാഡ് ഫിറ്റ് അല്ലാതെ 7 ഇഞ്ചുറീസുമായിട്ട് ഇനി നമുക്ക് ഒരൊറ്റ ഗെയിമും കൂടെ മാനേജ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഒരു 2 വീക്സ് ലോങ് ബ്രേക്കാണ്, ഇൻ്റർനാഷണൽ ബ്രേക്ക്. അത് മറ്റാരുമല്ല, സണ്ടർലൻഡുമായിട്ടാണ്. ശരിയാണ്, ഷാക്ക തിരിച്ചു വരുന്നുണ്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി നമുക്ക് വി ക്യാൻ പെർഫോം വെൽ ഇൻ ദാറ്റ് ഗെയിം. ഈ ഒരു സെയിം ടീം ഓക്കെയാണ്, ഈ ഒരു സെയിം ടീം ഇറക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഐ തിങ്ക് സുബമെൻഡി ചിലപ്പോൾ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. സോ സുബമെൻഡി തിരിച്ചു വന്നാൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സെയിം ടീം ഓക്കെയാണ്. പക്ഷേ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിക്കണം. നമ്മൾ ഇന്ന് കളിച്ചതിൻ്റെ കൂട്ടി ഇത്രയും സമയം എടുക്കരുത്. ടെമ്പോ, ഋതത്തിലേക്ക് കയറി വരാൻ ഇത്രയും സമയം എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ പണിഷ് ചെയ്യും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈവിൽ വന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. Take care guys. Good night and good morning.